നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തൊക്കെയാണ് ഒരു സെയിൽസ്മാൻ ഒരു മികച്ച സെയിൽസ്മാനായി മാറാൻ, ഒരു പ്രൊഫഷണൽ സെയിൽസ്മാനായി മാറാൻ അതിനായിട്ട് വളർത്തിയെടുക്കേണ്ട നൈപുണ്യങ്ങൾ അല്ലെങ്കിൽ സ്കിൽസ് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ആയിരിക്കും. നന്നായി സംസാരിക്കാൻ അറിയുകയും നന്നായി ആശയവിനിമയം നടത്താൻ അറിയുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അതായത് വൺ വേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരിക്കില്ല, മറിച്ച് പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. കൂടുതൽ കേട്ടുകൊണ്ടുള്ള ആശയവിനിമയം ആയിരിക്കും പലപ്പോഴും മികച്ച സെയിൽസ്മാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാമതായി വളർത്തിയെടുക്കേണ്ട സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇപ്പോൾ വെറുതെ ഇത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് മാത്രമല്ല ഞാൻ പറയണത്, മറിച്ച് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ടെക്നിക്ക്, നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് സ്വന്തമായി ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. നമ്മൾ ആ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുമ്പോൾ പലതവണ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പറയുന്നത്, എന്തൊക്കെയാണ് നമ്മൾ തെറ്റായ രീതിയിൽ പറയുന്നത്. അതേപോലെ കസ്റ്റമറോട് പോയി സംസാരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കുക. അങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖത്ത് എന്ത് ചലനമാണോ ഉള്ളത്, നമ്മൾ എങ്ങനെ ഏതൊരു ആക്ഷനിലാണ് അല്ലെങ്കിൽ ഏതൊരു ഫേഷ്യൽ എക്സ്പ്രഷനിലാണ് കസ്റ്റമറോട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമതായി ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. 2, റൈറ്റ് ക്വസ്റ്റ്യനിങ്. ശരിയായ ചോദ്യങ്ങൾ ശരിയായ സമയത്ത് കസ്റ്റമറോട് ചോദിക്കുക എന്നുള്ളത് ഒരു സെയിൽസ്മാൻ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം സെയിൽസ്മാൻ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചാലേ കസ്റ്റമർ കൃത്യമായി മറുപടി പറയുകയുള്ളൂ. കസ്റ്റമറുടെ മറുപടിയിൽ നിന്നാണ് കസ്റ്റമർക്ക് നമ്മുടെ ഏത് പ്രൊഡക്റ്റ് ആണ്, ഏത് സർവീസാണ് ആവശ്യമെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. സീരിയസ് ആയി തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കസ്റ്റമറോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അതിൽ പലതരം ചോദ്യങ്ങളുണ്ട്, ധാരാളം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കസ്റ്റമറുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ കസ്റ്റമർക്ക് അതിലൂടെ എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. തുടങ്ങി ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങൾ, കസ്റ്റമറോട് ചോദിക്കേണ്ട റൈറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? താങ്കളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. 3, നെറ്റ്വർക്കിംഗ് സ്കിൽസ്. നെറ്റ്വർക്കിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും, പോകുന്ന യാത്രകളിലാണെങ്കിലും ഇടപെടുന്ന സമയത്താണെങ്കിലും എവിടെ ചെന്നാലും കൂടുതൽ ആളുകളെ പരിചയപ്പെട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. അതായത് കുറച്ച് നാൾ സെയിൽസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് നമുക്ക് പറ്റിയ കസ്റ്റമർ. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല. ഈ ലോകത്തുള്ള ആൾക്കാരിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. അവരാരാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും. ഇതുണ്ടായി കഴിഞ്ഞാൽ ആ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് ബിൽഡിംഗ് ആണ് ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണൽ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. അപ്പൊ നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഉണ്ടാക്കണമെങ്കിൽ ധാരാളം നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷനുകളുണ്ട്. നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ബന്ധങ്ങളുള്ള വ്യക്തികളുണ്ട്. ഇവരെയൊക്കെ പരിചയപ്പെടുക, നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണൽ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. 4, ഡിസിഷൻ മേക്കിംഗ്. കൃത്യമായി തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം സെയിൽസ്മാൻ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കൃത്യമായ തീരുമാനങ്ങൾ എടുത്തതിന് എന്തൊക്കെ ഗുണം ഉണ്ടായി, അല്ലെങ്കിൽ കൃത്യമായ തീരുമാനം എടുത്തപ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്, ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കസ്റ്റമറെ കൊണ്ടും ശരിയായ തീരുമാനം എടുപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കൂട്ടുമ്പോഴാണ് ഒരു കസ്റ്റമർക്ക് തീരുമാനം എടുക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ് ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത്. നമുക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയായി വളർന്നാൽ നമുക്ക് ഒരു മികച്ച സെയിൽസ്മാനായി മാറാനുള്ള ഒരു കാരണമായി തീരുന്നത്. 5, പ്രോബ്ലം സോൾവിങ്. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കി എണീറ്റ് പോകുന്ന ആള് മികച്ച സെയിൽസ്മാൻ അല്ല. കസ്റ്റമർ എന്തെങ്കിലും മോശമായി പറഞ്ഞു, ഉടനെ തിരിച്ചും മോശമായി ഈ വ്യക്തി പറഞ്ഞു, തിരിച്ച് വീണ്ടും കസ്റ്റമർ മോശമായി പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല സെയിൽസ്മാൻ അല്ല. അതേസമയം കസ്റ്റമർ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം കസ്റ്റമർ അങ്ങനെ പറയുന്നത്, കസ്റ്റമർക്ക് എന്ത് തോട്ട് പ്രോസസ് ആണ് മനസ്സിലൂടെ പോയത്, ഇതൊക്കെ ചിന്തിച്ച് അതൊരു പ്രശ്നമാക്കി മാറ്റാതെ അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അതേപോലെ കസ്റ്റമറുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കാൻ കഴിയണം. അപ്പൊ ബേസിക്കലി ആ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ്, പ്രശ്നങ്ങളെ കണ്ടെത്തലല്ല, പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി ഒരു സെയിൽസ്മാൻ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 5 സ്കിൽസും ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അനിവാര്യമായ 5 സ്കിൽസ് തന്നെയാണ്. ഇതിൽ ഏത് സ്കില്ലാണ് താങ്കൾക്ക് കൂടുതലുള്ളത്, അത് ഏതാണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. സെയിൽസ്മാന് സ്കിൽസ് വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു സെയിൽസ്മാൻ കൃത്യമായി സെയിൽസിന്റെ സയൻസ് എന്താണ്, സെയിൽസിന്റെ ആർട്ട് എന്താണ്, സെയിൽസിന്റെ ഫിലോസഫി എന്താണ്, സെയിൽസിന്റെ സൈക്കോളജി എന്താണ്, ഇതൊക്കെ പഠിച്ചാൽ
കുറച്ചുകൂടി മികച്ച രീതിയിൽ പ്രൊഫഷണലായി സെയിൽസ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ തയ്യാറാവണം, ഇതിന്റെ പരിശീലനം കൈവരിക്കാൻ തയ്യാറാവണം. നമ്മളൊരു സെയിൽസ് ട്രാൻസ്ഫർമേഷൻ വർക്ക്ഷോപ്പ് ഈ വരുന്ന നവംബർ 27 എറണാകുളം പ്രയാണ ഹോട്ടൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് സെയിൽസ് കുറച്ചുകൂടി മികച്ചതാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ചിലയിടത്ത് പോയപ്പോൾ സെയിൽസ് കിട്ടി, ചിലയിടത്ത് പോയപ്പോൾ സെയിൽസ് കിട്ടിയില്ല, എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല, എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചാലും അറിയില്ല, അത് കൃത്യമായി എന്തുകൊണ്ട് കിട്ടിയെന്ന് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണലായി മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് താങ്കളുടെ സീറ്റ് റിസർവ് ചെയ്ത് ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണലായി മാറുക. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.